നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുൻ എയർ മാർഷൽ എസ് വർത്തമന്റെ മകനാണ് അഭിനന്ദൻ. കാർഗിൽ യുദ്ധസമയത്ത് ഗ്വാളിയാർ എയർബേസ് ചീഫ് ഓപ്പറേഷൻസ് ഓഫീസറായിരുന്ന മാർഷൽ എസ് വർത്തമൻ. മിറാഷ് വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ ലീഡറായിരുന്നു അദ്ദേഹം. പാർലമെന്റ് ആക്രമണ സമയത്ത് വെസ്റ്റേൺ എയർ ബേസിന്റെ ചുമതലയായിരുന്നു എസ് വർത്തമാൻ ഉണ്ടായിരുന്നത്. ചെന്നൈ സ്വദേശിയാണ്. എയർ മാർഷലായി വിരമിച്ച അച്ഛൻ വർത്തമാന്റെ പാത പിന്തുടർന്ന് വ്യോമസേനയിലെത്തിയ ആളാണ് അഭിനന്ദൻ. 2004 അഭിനന്ദൻ കമ്മീഷൻഡ് ഓഫീസറാകുന്നത്. സഹോദരനും വ്യോമസേനയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് സിംഹക്കുട്ടിക്കുണ്ടായ പുലിക്കുട്ടിയാണ്. മുൻ എയർ മാർഷൽ എസ് വർത്തമാന്റെ മകനാണ് അഭിനന്ദൻ. കാർഗിൽ യുദ്ധസമയത്ത് ഗ്വാളിയാർ എയർസ്പേസ് ചീഫ് ഓപ്പറേഷൻ ഓഫീസറായിരുന്നു മാർഷൽ എസ് വർത്തമൻ. പാകിസ്ഥാന്റെ വിമാനങ്ങൾ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ വന്നപ്പോൾ ഒറ്റയ്ക്കൊരു വിമാനത്തിൽ പോയി അവരെ തുരത്തി ഓടിക്കുകയായിരുന്നു ഈ ധീരനായ ജവാൻ. എന്നാൽ പാക് അതിർത്തിയും ആവേശത്തോടെ കടന്നു കയറി തോറ്റുമടങ്ങി ശത്രുവിനെ അഭിനന്ദ് പിന്തുടർന്നു. ആ നീക്കം പതിയെ അപകടത്തിലേക്ക് പോവുകയായിരുന്നു. മിരാഷ് യുദ്ധവിമാനങ്ങളെ ഏതു വിധത്തിലും കൈകാര്യം ചെയ്യുന്ന വ്യോമ വിദഗ്ധനായിരുന്നു അഭിനന്ദ്. ആ ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. പാർലമെന്റ് ആക്രമണ സമയത്ത് വെസ്റ്റേൺ എയർ ബേസിന്റെ ചുമതലയായിരുന്നു എസ് വർത്തമനുണ്ടായിരുന്നത്. മകൻ ആപത്തിൽപ്പെട്ടുവെന്ന തോന്നലൊന്നും എസ് വർത്തമാനില്ല. അവന്റെ മോശമായ ദൃശ്യങ്ങൾ ആരും പ്രചരിപ്പിക്കരുതെന്ന് പിതാവ് പറയുന്നു. പാക് കസ്റ്റഡിയിൽ അഭിനന്ദ് അകപ്പെട്ടതിനെക്കുറിച്ച് തനിക്ക് ഒന്നും പറയാനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പരിചയസമ്പന്നനായ പൈലറ്റ് ആയതുകൊണ്ടാണ് MiG-21 തകർന്നിട്ടും അഭിനന്ദിന് രക്ഷപ്പെടാനായത്. പാരച്യൂട്ട് വഴി പാക് മേഖലയിൽ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ പാക് പട്ടാളം പിടികൂടിയത്. അഭിനന്ദിനെ തിരികെ നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുകയാണ്. പിടിയിലായ പൈലറ്റിന്റെ വീഡിയോ പുറത്തുവിട്ടത് സംസ്കാരശൂന്യമായും ജനീവ കരാറിന്റെ ലംഘനമായും ഇന്ത്യ കണക്കാക്കുന്നു. അതേസമയം നിയന്ത്രണ രേഖയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. പുഞ്ച് മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. മാത്രമല്ല പാകിസ്ഥാന്റെ പിടിയിലുള്ള ഇന്ത്യൻ സൈനികനെ തിരികെ എത്തിക്കാൻ നീക്കങ്ങൾ ശക്തം. നയതന്ത്ര തലത്തിൽ നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യ. അഭിനന്ദനെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അഭിനന്ദൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായതിന്റെ ഞെട്ടലിലാണ് സ്വദേശമായ മടമ്പാക്കത്തെ പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.